19 വർഷമായി ഇത് കണ്ടു തുടങ്ങിയിട്ട്. രണ്ടെണ്ണത്തിന് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാൻ ഞാൻ എത്രയായി നിങ്ങളോടൊക്കെ പറയുന്നറിയോ? ഇപ്പോഴും ഒരു മാറ്റില്ലാത്തില്ലേ പോകുന്നേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ദുഃഖമുണ്ട്, അതൊന്നും പുറത്തു വരാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നൊക്കെ ശരിയാണോ? ഞങ്ങളെ ഭ്രാന്തന്മാരെന്ന മുദ്ര കുത്തിയോണ്ടൊന്നും സത്യം ഇല്ലാതാവുന്നില്ല അമ്മേ. ഞങ്ങൾ കണ്ടു. ഒരുപാട് സംസാരിച്ച് വഷളാക്കണ്ട. നാളെ തന്നെ രണ്ടുപേരും കൂട്ടി ഒരു ഡോക്ടറെ കാണാൻ പോവാം. അതായിരിക്കും നല്ലത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങൾക്ക് മെന്റൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങൾ അവളെ കണ്ടതാ. സത്യമായിട്ട് ഞങ്ങൾ അവളെ കണ്ടു. ഞങ്ങളൊന്ന് വിശ്വസിക്കേ. ചത്തുപോയവരെങ്ങനെയാ തിരിച്ചു വരുന്നത്? 19 വർഷമായി ഇതും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ കണ്ടു, ഇവിടെ കണ്ടു. എടാ, 40 വയസ്സായില്ലേ? നിങ്ങളുടെ കല്യാണം കണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടായത് കണ്ടിട്ട് ഞങ്ങൾക്ക് ചത്താ മതിയുന്നുണ്ട്. അതിനുള്ള യോഗം ഉണ്ടാവോ? എന്തായാലും അളിയാ, ഡോക്ടറെ ബുക്ക് ചെയ്യ്. മുത്തി നിൽക്ക് രണ്ടെണ്ണത്തിനും. കാർത്തി, നമ്മൾ അവളെ കണ്ടത് നമ്മുടെ ഇമാജിനേഷൻ ആയിരുന്നു. ഇത്രയും കാലത്തെ പോലെ നോ. അവളുടെ ചെരിയും ആ കണ്ണും അതൊക്കെ റിയൽ ആയിരുന്നു. അത് നമ്മുടെ കുട്ടിപ്പിശസ് തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് ഇവരുടെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോഴും വിശ്വസിക്കും എല്ലാവരും. എങ്ങനെ കണ്ടുപിടിക്കാനാ? ആരാന്നോ എന്താന്നോ ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്ന നീ ഈ പറയുന്നത്? അവളെ തിരിച്ചു വരും നമ്മൾ വിശ്വസിച്ചില്ലേ? എന്തോർപ്പോട് കൂടിയിട്ടാ. അതുപോലെ തന്നെ നമുക്ക് അവളെ കണ്ടുപിടിക്കാനും പറ്റും. കുട്ടികളോട് വന്നിട്ട് ഈ പൂവെല്ലാം പറിക്കരുതെന്നൊന്ന് പറയോ? എന്താ നീ പറയുന്നേ? ഞാനിവിടെ നട്ടുപിടിപ്പിക്കുന്ന ഓരോ ചെടിയിലെ പൂവും നീ പറിച്ചോണ്ട് പോയായിരുന്നല്ലേ. ഇപ്പൊ സ്വന്തമായിട്ട് നട്ടപ്പോ അതിന് വാല്യൂ ഉണ്ടല്ലേ? ഒരുപാട് അങ്ങ് ക്യൂട്ടാവാൻ നോക്കല്ലേ നീ. ചെല്ലേ, പോയി വല്ലതും കഴിച്ച് കോളേജിൽ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നമുക്ക് വട്ടാണെന്നാ പറയുന്നത്. അതും പോരായിട്ട് ഇനി വായനോട്ടം കൂടി തുടങ്ങിയെന്ന് പറയിപ്പിക്കുന്നു. എന്തിനാടെ രാവിലെ തന്നെ കോളേജിന്റെ മുന്നില്? കാർത്തി, നീ മറന്നു? ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചിട്ടല്ല അവളെ കണ്ടത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ അവളെ പഠിക്കുന്നെങ്കിലോ? നമുക്ക് ഇവിടെ കുറച്ചു നിന്ന് നോക്കാം. ഓ അങ്ങനെ, എന്നാ കുഴപ്പമില്ല. അയ്യോ, നോക്കി ഉണ്ണി. അതീ നീ ഇങ്ങോട്ട് വന്ന അവനെങ്ങാനും കണ്ട പ്രശ്നമാവും. ഇടവിട്ട അവളെ നോക്കണ്ടേ? മിണ്ടാ തിരിയടാ. അവനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതും നിങ്ങള് കാര്യം പിടികിട്ടി. രണ്ടാളും കൂടി വല വീശാൻ ഇറങ്ങിയതാണല്ലേ? ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് വല മീൻപിടുത്തക്കാരായിട്ട് തോന്നുന്നുണ്ടോ? വല വീശാൻ പെൺകുട്ടികൾ ഏത് ഭാഗത്തേക്ക് പോകുന്നോ ആ ഭാഗത്തേക്ക് പോലും പോവാത്ത നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? അതെന്താടാ, ഈ കോളേജ് പെൺകുട്ടികളെ മാത്രമാണെന്ന് തീരെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓ, അപ്പോ ബോയ്സിനെ നോക്കാനാണോ? അങ്ങനെ പറ. സ്ഥിരം മേടിച്ച് കൂട്ടില്ല കിട്ടി. നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന്. നീ എന്താ ഇവിടെ? ആ, എൻ്റെ ചെറിയച്ഛൻ്റെ മോനെ കൊണ്ടുവന്നാക്കാൻ വന്നതാ. അവനിവിടെ പഠിക്കുന്നത്. മുതൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹലോ ബ്രോ. ഏയ് ബ്രോ പോകുന്നില്ലേ? ഇത് ബ്രോയുടെ ഫ്രണ്ട്സാണോ? അത് എൻ്റെ ഫ്രണ്ട്സാ, ആദി ആൻഡ് കാർത്തിക്. നീ എന്തായാലും ക്ലാസ്സിലേക്ക് പൊക്കോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. എനിക്കിപ്പോൾ ക്ലാസ്സിൽ പോണ്ട. ഞാൻ എൻ്റെ ലവർ, എൻ്റെ ക്രഷിനെ നോക്കുക. ക്രഷ്? ആ, നിനക്കോ? അതെ, ദാ വരുന്നു. ആരായിനെ? ഓ മൈ ഏഞ്ചൽ, മൈ ലവ്. എടാ, നിങ്ങൾ രണ്ടും രാവിലെ തന്നെ ഇവിടെ വന്നത് ഇതിനായിരുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ കണ്ടല്ലേ സത്യം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലടാ. പക്ഷെ ഇപ്പോ അല്ല, ഇവളെപ്പോഴും അവന്റെ ലവറായേ? ഉൽക്കേഷ്, അതിന്റെ ലവർ ആയില്ലല്ലോ. ഞാൻ ആക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ ക്രഷാണ്. ക്രഷ് ചെറുക്ക, വെറുതെ എന്റെ കയ്യിന് പണി ഉണ്ടാക്കരുത്. അതെ, ഇവന്റെ കയ്യിന് പണി ഉണ്ടാക്കല്ല, എന്റെ കയ്യിന് പണി ഉണ്ടാക്കരുത്. അവളുടെ പിറകെ എങ്ങനെ നടന്നാ നിന്റെ കാല് രണ്ട് ഞാൻ വെട്ടിയെടുക്കും. ബ്രോ, ദിസ് ഈസ് ടു മച്ച്. അല്ലടാ, 3 മച്ച്. ഗോ ടു യുവർ ക്ലാസ്സസ്. കേറി പോടാ ക്ലാസ്സിലേക്ക്. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. യെസ് ബ്രദർ, എന്ത് വേണം? വാട്ട്? എന്റെ നെഞ്ച് തകർന്നു പോകുന്നു.
ഞാനോ ഞാനോ ബ്രദർ? ഏ ഓ, എന്നെ നോക്കി? അതെ, ബ്രോ തന്നെയല്ലേ എന്നെ ഇപ്പൊ വിളിച്ചത്? ഒരു മിനിറ്റ് എന്നും പറഞ്ഞ്. എടി എടി കുട്ടി പിശാചി, എന്തോന്ന്? യ്യോ, വിളിച്ചു നിർത്തിയിട്ട് ആളെ കളിയാക്കുന്നുണ്ടോ? തനിക്കൊന്നും വേറെ പണിയില്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഒരുത്തന്മാര് വന്നോളൂ. അടിപൊളി. അവളെ കണ്ട് സന്തോഷത്തിൽ പടക്കം പൊട്ടി ആഘോഷിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ചെലവില്ലാതെ പടക്കം പൊട്ടി കിട്ടി. നന്നായിട്ടുണ്ട് എന്തായാലും. സാരമില്ല, ഫസ്റ്റ് ടൈം അവളെ കണ്ടിട്ട് ആദ്യമായിട്ടല്ലേ. പറ്റിയത് ശീലമായിക്കോളും. എന്തായാലും അവളൊന്ന് കാണാൻ പറ്റിയില്ലോ. ഇനി അവളുടെ ഡീറ്റെയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം. ഉണ്ണി, നീ പറഞ്ഞോണ്ട് ഞങ്ങളിത് വിശ്വസിക്കാം. പക്ഷെ ആ കുട്ടിയാണ് ഈ കുട്ടി എന്നുള്ളത് എന്താ ഉറപ്പ്? എനിക്കൊന്നും ഉറപ്പില്ല അങ്കിൾ, ബട്ട് നമുക്കതിനെ വിശ്വസിക്കാം. ആ കുട്ടിയാണോ അല്ലെന്നൊന്നും എനിക്കറിയണ്ട. ഇവൻ ആ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നെ എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് നടത്ത്. എനിക്ക് ഇവന്റെ കല്യാണം ഒന്ന് കണ്ടാൽ മതി. ആര് പേടിക്കാതിരിക്കെ, എല്ലാം ശരിയാക്കാം. ഞാൻ ചാക്കോനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അവൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ ആദ്യത്തെ വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ എന്തായാലും കോളേജ് വന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു. അവിടുത്തെ ചെയർമാൻ അവൻ അറിയാവുന്നതാ. ഏയ് ഹലോ, എക്സ്ക്യൂസ് മീ. തന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചത് താനല്ലേ? ഇനിയും തനിക്ക് എന്റെ അടി വേണോ? അതെ, അത് ഞാൻ തന്നെയാ. നിന്റെ കയ്യിൽ നിന്ന് എത്ര അടി മേടിക്കാനും ഞാൻ തയ്യാറാ. അതിന് എനിക്കൊരു വിരോധമില്ല. കൊള്ളാലോ, പഞ്ചാരടിയാണോ? ആണെങ്കിൽ എന്താ, പാടില്ലെന്നുണ്ടോ? ഉണ്ട്, എനിക്കിഷ്ടല്ല. ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്കിഷ്ടാണല്ലോ. തനിക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ പിറകെ എങ്ങനെ നടക്കുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. വർഷങ്ങളായിട്ട് നിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നുണ്ട്. ഇനിയൊരിക്കലും നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. ആരും വിശ്വസിക്കെടുത്തിട്ട് ഞാനും കാർത്തിക് മാത്രമേ നീ വരുമെന്ന് വിശ്വസിച്ചുള്ളൂ. ഞങ്ങൾക്ക് നിന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കൊള്ളാരെന്തായാലും പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. കഥ എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് കഥയല്ല, എന്റെയും നിന്റെയും കാർത്തിയുടെ ഒക്കെ ജീവിതം നടന്നിട്ടുള്ള കാര്യങ്ങളാ. കഥയല്ല ജീവിതം, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ചേർക്കണമെന്നില്ലല്ലോ. കണ്ടിട്ട് പക്വതയൊക്കെ തോന്നുന്നുണ്ട്, പ്രായവും. അതിനനുസരിച്ച് പെരുമാറിക്കൂടെ? എന്റെ പിറകെ നടക്കാതെ വേറെന്തെങ്കിലും പടി നോക്കൂ. ഓരോ കഥകളും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അല്ല, ഞാൻ പറയുന്ന മുഴുവനായിട്ട് കേട്ടിട്ട് പോ. ഞാൻ പറഞ്ഞു എന്നൊന്നും വിശ്വസിക്കുന്ന പോലുള്ള ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് എല്ലാം ശരിയാക്കിട്ട് വരാന്ന് പറഞ്ഞാനാ. ചുമ്മാ അറിയടാ, എന്റെ ചുമ്മാ അറിയടാന്ന്. ഇപ്പൊ ഞാൻ എങ്ങനെ മനസ്സിലാക്കിക്കാൻ അവളെ? നീ ആമ്പോയിന് പറഞ്ഞ അവളെ നീ ചെരുപ്പൂരി അടിക്കും. നീ ഒന്ന് പോയി പറയടാ, നീ ശ്രമിക്ക്. അപ്പൊ ആ ചെരുപ്പൂണ്ടിന്റെ അടി ഞാൻ മേടിക്കാന്നാണോ നീ പറയുന്നേ? അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയല്ലടാ കാർത്തി. എടാ ഇക്കിളേക്കല് വീട്ട് ഞാൻ വിടത്തില്ല. നീ പോകുന്നു പറ. അവളുടെ അടുത്ത് പോയി സംസാരിക്കേ. അവളുടെ ക്രഷല്ല നീ പറഞ്ഞ കേൾക്കും. നിന്റെ ക്യൂട്ട്നെസ്സിൽ അവള് വീഴും. പോടാ. എന്നെ കൈ വിടില്ല കാർത്തി. നീ അല്ലാതെ വേറെ ആരും എനിക്കില്ലേ. എനിക്ക് നിന്നോട് അവളോടും ഒരുപോലെ സ്നേഹമാണ്, ഒരുപോലെ. വാട്ട് യു മീൻ? അയ്യോ, ട്രാക്ക് മാറിപ്പോയി. അതല്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ രണ്ട് കണ്ണുകളാണ്. രണ്ടും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓ, മതി പതപ്പിച്ചത്. ഇനി പതച്ച് ഞാൻ ഇല്ലാതെ ആയിപ്പോ. ഞാനേ സംസാരിച്ച് നോക്കാം. അതുപോലെ നിനക്ക്. അതാണ് എന്റെ കാർത്തി. താങ്ക് യു. കാർത്തി, നീ ഇതെങ്ങോട്ട് ഈ രാവിലെ തന്നെ? നീ ഓഫീസിൽ പോകുന്നില്ലേ? ഇതെന്താ ഈ വേഷം? ഓഫീസിലേക്കല്ല, വേറൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പോവാ. ബൈ. എടാ, നീ ഒന്നും കഴിക്കുന്നില്ലേ? കാണുന്നില്ലല്ലോ. ഏയ്, ഹായ്. എന്ത് വേണം? ഹായ്, എൻ്റെ പേര് കാർത്തിക്. ഞാൻ തന്നോടൊന്ന് സംസാരിക്കാൻ. യു ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. എന്നെ പരിചയമുണ്ടോ? ഏയ്, അങ്ങനെ പരിചയമൊന്നുമില്ല. പരിചയപ്പെട്ട കൊള്ളാന്നുണ്ട്. അങ്ങനെ എന്താ പറ്റി? തൻ്റെ പേരെന്താ?
ശ്രീ എന്ന് വിളിച്ചാൽ മതി. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താങ്കൾ പറയുമ്പോൾ എന്തെന്നറിയില്ല. സോ കൂൾ. പിന്നെ ഐ ലൈക്ക് ഇറ്റ്. വിൽ യു മാരി മീ? വാട്ട്? എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഇരിക്കുന്നത്. വിൽ യു മാരി മീ? ഞാൻ ഇതിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും. ബൈ. എന്താണ് നടന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ മോനെ ചാക്കു, നിന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വരുന്ന വഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്കിൾ. ബിസിനസ്സൊക്കെ പിന്നെ അങ്ങനെ പോകുന്നു അങ്കിൾ. ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പേര് ശ്രീഷ ശ്രുതി. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ സത്യനാരായണൻ, അമ്മ സുധ. എന്തായാലും ഏത് ഫാമിലിയായാലും നമുക്ക് വിവാഹാലോചിച്ച് ചെന്ന് നോക്കാം. ആദ്യം ഞാൻ കൊച്ചിൻ്റെ പിന്നാലെ നടന്ന് ആ കൊച്ചിനെ പ്രണയിച്ച് ആ കൊച്ചിൻ്റെ പ്രണയം തിരിച്ചു കിട്ടാനൊക്കെ നടക്കുമ്പോഴേക്കും കാലം വൈകി നമ്മുടെ ചിതയ്ക്ക് തീ വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് തന്നെ മുന്നോട്ട് ഇറങ്ങുന്ന നല്ലത്. നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ വേഗിക്കണ്ട. എന്നാൽ നാളെ തന്നെ നമുക്ക് പെണ്ണ് കാണാൻ പോയാലോ? ചെറിയ പറഞ്ഞ മതി, അധികം വേഗിക്കാതിരിക്കുന്ന നല്ലതല്ലേ കാർത്തി? ഈശ്വര, ആ കൊച്ചു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് പറയും? ആരാ? എന്ത് വേണം? നിങ്ങളാരെയും എനിക്കായിട്ട് മനസ്സിലായില്ല കേട്ടോ. എൻ്റെ പേര് മഹേന്ദ്രൻ. ഈ വീട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. എൻ്റെ മോള് ചെയ്യുന്നത് അതൊക്കെ ഇപ്പോഴും വ്യക്തമാക്കി തന്നില്ല. ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ മകൻ ആദി. ഞങ്ങളുടെ മകൻ ആദിക്ക് വേണ്ടി സത്യനാരായണൻ്റെ മോളെ പിന്നെ ചോദിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, ഞങ്ങളുടെ മോൾക്ക് ഇനി കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. അവളെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം മോളെ കുറിച്ച്. പിന്നെ ഞങ്ങളിപ്പോ ഈ പെണ്ണ് ചോദിക്കാൻ വരാനും കാരണമുണ്ട്. അമ്മ, കാർത്തിയേട്ടാ ഇവിടെ. അയ്യോ, ഒന്നും പറയല്ലേ. കാർത്തിയേട്ടനോ? അതൊക്കെ എപ്പം മുതലേ? നീ അവളുടെ അടുത്ത് സംസാരിച്ചില്ലെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ? അങ്ങനെയല്ല, വിശദമായിട്ട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലെന്നാ ഞാൻ പറഞ്ഞു. ഞാൻ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഇത്രയും പെട്ടെന്ന് എന്നെ പെണ്ണ് വെച്ച് വരുന്ന വിചാരിച്ചില്ല. അയ്യോ, പറഞ്ഞ് തേണ്ടി. എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല, അവനെ കുറിച്ച് പറഞ്ഞ്. ഞാൻ ഈ ജില്ലയിലുള്ള ആളല്ല, എനിക്കിവിടെ ആരെയും അറിയില്ല. ഞാൻ എവിടുന്ന് വന്നതാ. ഇതൊക്കെ എപ്പം നടന്നോടാ? ഇനി ഇവന്മാരിൽ ആരെ കൊണ്ട് ഇവളെ കെട്ടിക്കും? മിസ്റ്റർ സത്യനാരായണൻ, ഞങ്ങൾ ഒന്നും പറയണമെന്നില്ല. മോളെ, നീ അകത്ത് പോ. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞ കഥ സത്യമായിരിക്കാം, നുണയായിരിക്കാം, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ മോളുടെ ഭാവിയെ നോക്കേണ്ടത്. ഒരു 20 വയസ്സിന് ഡിഫറൻസ് ഉള്ള ഒരു ചെറുക്കിനെ കൊണ്ട് കെട്ടിക്കാൻ ഐ എം സോറി. അങ്ങനെ പറയരുത്. നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഞങ്ങളുടെ മോന് ഒരു ചീത്ത സ്വഭാവമില്ല. പ്രായക്കൂടുതൽ അതത്ര കാര്യമാക്കണോ? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ഞങ്ങളത് ഷഡപ്പ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? പൈസയ്ക്ക് വേണ്ടി എൻ്റെ മോളെ വിൽക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണെന്നോ? ഇറങ്ങണം. മര്യാദയ്ക്ക് ഞാൻ ഇത്ര നേരം സംസാരിച്ചു തന്നത്. പക്ഷേ ഇക്കാര്യത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. അയ്യോ, ഏട്ടൻ പറഞ്ഞത് തെറ്റായ രീതിയിൽ എടുക്കല്ലേ. ക്ഷമിക്കണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഏട്ടാ, പിള്ളേരെ, നമുക്ക് പോവാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി പണം കണ്ടുകഴിഞ്ഞാൽ അവന്മാരുടെ കാലിക്കേ വീഴുന്ന അമ്മമാരുടെയൊക്കെ വിചാരം. ഏട്ടാ, അതിനെ കുറിച്ചൊന്നും പറയണ്ട. അവര് പോയില്ലേ. ഇനി മക്കൾ ഇത് കേട്ട് വന്നു കഴിഞ്ഞാ അച്ഛനോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? എന്താ വെച്ചാ പറഞ്ഞോളൂ. എത്രയും ദുഃഖങ്ങൾ മനസ്സിൽ കരുതിയിരിക്കായിരുന്നു എൻ്റെ മോള്. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛനെന്ത് പറയാനാ?
അവരോട് ഒന്നും കൂടി ഇവിടെ വരെ വരാൻ പറയൂ. എടാ കുരുട്ടടക്കി സാമദ്രോഹി, ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോളടിക്കുന്നിടത്ത് വേണ്ടി നീ എന്താ പറഞ്ഞ അവളെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന്. പക്ഷെ സംസാരിച്ച് ഇഷ്ടവും പറഞ്ഞ് പെണ്ണുകാണൽ ചടങ്ങടക്കം നിശ്ചയിച്ച് വന്നതാണല്ലേ. പെണ്ണുകാണൽ ചടങ്ങ്? അതൊന്നും എനിക്കറിയത്തില്ല. അവളെന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞു. രണ്ടുപേര് അതിനെ ചൊല്ലി നീ തർക്കിക്കണ്ട. ആ കുട്ടിയുടെ മനസ്സിൽ കാർത്തിക അല്ല, അവൾക്കൊരിക്കലും ഇവനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്റെ നന്ദു അവള്, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ നന്ദുവിന് എന്നെ മാത്രം സ്നേഹിക്കാൻ കഴിയൂ. എനിക്ക് അവളെ കാണണം, കണ്ട് സംസാരിക്കണം ഒന്നും കൂടി. എന്താ പറയാനുള്ളത്? ശ്രീ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞൊക്കെ സത്യ. നിനക്ക് എങ്ങനെ കാർത്തിയെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത്? നീ എന്റെ നന്ദുവോ? എനിക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞാനെന്ന്. നിന്റെ ശരീരത്തില്ല ഞാൻ പ്രണയിച്ചത്, നിന്റെ ആത്മാവിനെയാ. ആ ആത്മാവിനെ എല്ലാം എനിക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയും. അതെല്ലാം എന്നിലുണ്ട്. ശ്രീ, തനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം. പക്ഷെ എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. നന്ദുവിനെ പോലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ സോൾമേറ്റ് ആയിട്ടും ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടാ. ഒരിക്കലും അവളോട് എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞു വരുന്നേ? ആ കഥയിലെ പോലെ ഞാൻ ആദ്യ സാറിനെ പ്രണയിക്കണമെന്നോ? അതൊരു ആത്മാവായിരുന്നു. ഞാൻ ജീവനുള്ളതാ. നടക്കുന്ന കാര്യമല്ല. എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധമൊന്നുമില്ലെങ്കിൽ അധികം വേഗാതെ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. അച്ഛൻ നിങ്ങളെ ഒന്നുകൂടി കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളെ കാണാനോ? അതെങ്ങനെ? എനിക്കറിയില്ല. സമയം കിട്ടുമ്പോൾ ഫാമിലി സഹിതം വീട്ടിലേക്ക് വന്നേക്കൂ. ഞാൻ പോകുന്നു. ആദി, നീ ഓക്കെ അല്ലേ? ഒരിക്കലും ഓക്കെ അല്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഇറക്കി വിട്ടത് എൻ്റെ തെറ്റാ. അയ്യോ, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ പറഞ്ഞതിലും തെറ്റുണ്ടല്ലോ. അതിന് തക്കതായ മറുപടി. എന്നെ മനസ്സിലാക്കിയതിന് നന്ദി. പിന്നെ കല്യാണക്കാരൻ പറയാനാണ് ഞാൻ വിളിച്ചത്. കല്യാണക്കാരിയോ? സത്യനാരായണ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പോൾ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കും? എൻ്റെ മോളെൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളതൊന്നും ഞാൻ വേണ്ടാന്ന് വെക്കാറില്ല. അവളുടെ ഇഷ്ടമാണ് എനിക്ക് വലുത്. അവൾ ചോദിച്ചത് പ്രായത്തിലല്ലല്ലോ, മനപ്പൊരുത്തത്തിലല്ലേ കാര്യം എന്നാ. അപ്പോൾ പിള്ളേരെ ഇഷ്ടത്തിലാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതെന്താ കണ്ടീഷൻ? കാർത്തിയുടെ ആദ്യ കല്യാണം ഒരേ മണ്ഡപത്തിൽ ഒരേ ദിവസം തന്നെ നടത്തണമെന്നാ എൻ്റെ കണ്ടീഷൻ. അല്ല, അതെങ്ങനെയാ പെട്ടെന്ന്? കാർത്തിക്ക് വേണ്ടിയല്ല അത്. ആദ്യമോനാ മോളെ സ്നേഹിക്കുന്നത്. ചെറിയച്ച, ഒന്നും പറയണ്ട. ഇഷ്ടമുള്ളവർ തമ്മിൽ വേണ്ട വിവാഹം കഴിക്കാൻ. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് നടന്നോട്ടെ. അവൾ എന്നെ കഴിഞ്ഞ ജന്മത്തിലല്ലേ പ്രണയിച്ചത്, ഈ ജന്മത്തിലല്ലല്ലോ. അവരുടെ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ആദ്യം നീ എന്തായി പറയുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതെ, ഒന്നും നിർത്തുന്നുണ്ട് രണ്ടാളും. ഞാൻ എൻ്റെ മോളെ വിളിക്കട്ടെ. മോളെ ശ്രീശാസ്ത്രതി. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കണ്ണീരൊന്നും തുടച്ച് അങ്ങോട്ട് നോക്കിയേ. ട്വിൻസ് ആണല്ലേ? അപ്പൊ ഇതിലാരാ എന്നെ ഇഷ്ടപ്പെടുന്നേ? ഹലോ മൈ ഹാൻഡ്സം ക്യൂട്ടി ബോയ്. താങ്കളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാനാ. ഇതെന്റെ സിസ്റ്റർ ശീശ. നീ തന്നെ എന്റെ നന്ദു. നിന്നെ കാണുമ്പോൾ മാത്രം എന്റെ ഹൃദയം എങ്ങനെ കിടന്നു മിടിക്കുന്നത്. എന്റെ കുട്ടി വിശ്വാസം അങ്ങനെ ുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. എങ്ങനെയുണ്ട് സർപ്രൈസ്? വല്ലാത്ത ചതി സർപ്രൈസ് ആയി പോയിട്ടോ. ഞാൻ എന്തായാലും നന്ദു അല്ല കേട്ടോ. നന്ദുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു ശരിക്കും? നന്ദുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയായി, അല്ലാതെ വേറൊന്നുമില്ല. ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, എന്നാലും ചോദിക്കാം. എന്നോട് എന്ത് ഫീലിങ്സാ? അറിഞ്ഞൂടാ എന്താണെന്ന്. നിന്നെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെയ്ത് കാണിച്ചു തരാം.
എൻ്റെ പ്രണയം ഇപ്പൊ സഫലായി. പക്ഷേ അവളുടെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടോന്ന് അറിയില്ല. ഹേയ് പ്ലേ ബോയ്, എന്താ അവിടെ ചെയ്യുന്നത്? എന്താ വിളിച്ചേ? അപ്പ എല്ലാം എടി ഇങ്ങ് വാടി. എല്ലാം ഇപ്പൊ നിനക്ക് അറിയായിരുന്നല്ലേ? അറിയായിരുന്നു, ഞാൻ വാക്ക് തന്നതല്ലേ ഞാൻ വരുമെന്ന്. എന്നിട്ട് എങ്ങനെ ഞാൻ മറക്കുന്ന എൻ്റെ ആദീനെ? ദിവസങ്ങളും മാസങ്ങളും അല്ല, കൊല്ലങ്ങളും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. എന്നിട്ട് കണ്ടുമുട്ടിപ്പിട്ട് നീ എൻ്റെ അടുത്ത് കളിക്കായിരുന്നല്ലോ പെണ്ണെ. നിന്നെ ഞാൻ ശരിക്കും ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്.